ഹലോ, എല്ലാവർക്കും രത്നരാജിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ ഒരു അത്ഭുതം കാണിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ഗ്യാസ്കറ്റ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കേടുവരും. അത് കേടുവരാതിരിക്കാനുള്ള ഒരു ഇതാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. വീഡിയോന് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. അതായത് നമ്മൾ ഈ ഗ്യാസ്കറ്റിലേക്ക് തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുക. തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കതെടുത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നല്ലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പരാതിയും, അല്ലെങ്കിൽ എല്ലാവരും എൻ്റേതും ആണ്, എൻ്റെയും കൂടി ഒരു പരാതി തന്നെയാണ്. കാരണം തിളച്ച് പോവുക എന്നുള്ളത്, തിളച്ചിട്ട് അവിടെയൊക്കെ തൂയിപ്പോവും. ഗ്യാസിൻ്റെ മുകളിലും അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാ സ്ഥലവും നമ്മുടെ അവിടെയൊക്കെ വൃത്തികേടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ, അങ്ങനെ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ 2-3 തുള്ളി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. സ്റ്റീം വരുന്ന ആ ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് പോവില്ല. അതേമാതിരി തന്നെ കുക്കറിൻ്റെ അകത്ത് ആ സർഫേസിൽ നമ്മൾ ചുറ്റും ഇത്തിരി വെളിച്ചെണ്ണ ഇട്ട്, ഞാനിപ്പോൾ അതിൽ കറി വെച്ചതാണ്, അതുകൊണ്ടാണ് ശരിക്കും കാണിക്കാൻ പറ്റാത്തത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും നിന്ന് ഇങ്ങനെ നമ്മുടെ ഒരു വിരലിങ്ങനെ പിടിച്ചിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ അത്രയും ഇതിൽ ഇങ്ങനെ ചുറ്റും അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി. ഇതിൽ പിന്നെ തിളച്ച് പോവില്ല. ഇങ്ങനത്തെ ഈ കുക്കറിൽ തിളച്ച് പോവാത്ത ടൈപ്പാണ് കേട്ടോ, പുറത്തേക്ക് പോവില്ല. അതിനൊരു ഇത്തിരി ഇതങ്ങനെയായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണത്. അത് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ വാങ്ങിച്ചത് അവിടെ ആ ഭാഗത്തും ഇതേമാതിരി വെയിറ്റ് സ്റ്റീം വരുന്ന ആ ഭാഗത്തും നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ തിളച്ച് പോവില്ല. അത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് യൂസ്ഫുൾ ആണോ എന്ന് നോക്കൂ. പിന്നെ നമ്മൾ ഇതാണ് ഏറ്റവും അത്ഭുതമായിട്ടുള്ളത്. അതായത് നമ്മൾ ഈ വെയിറ്റില്ലേ, നമ്മുടെ ആ വെയിറ്റിനകത്ത് ആഹാര സാധനങ്ങളൊക്കെ, മസാലയാണെങ്കിലും അതും ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പിടിച്ചിരിക്കും. അത് വൃത്തിയാക്കാനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. തുറന്ന് വൃത്തിയാക്കാൻ പറ്റും, എന്നാലും അതിനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സോഡാപ്പൊടി എടുത്തിട്ട് അതിൽ നിറച്ച് വയ്ക്കുക. അങ്ങനെ അതിൽ ഫുള്ളായിട്ട് ഇടണം കേട്ടോ. ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒരു കമ്പി കൊണ്ട് ഒറ്റ കുത്തിയിട്ട് അങ്ങനെ നിറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിറച്ചങ്ങനെ കൊടുക്കുക. നിറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ പോകാനായിട്ട് അത് ഉടനെ തന്നെ നമ്മൾ ചെയ്യുക. അങ്ങനെയൊക്കെ വെയിറ്റ്, അപ്പം നമുക്ക് വെയിറ്റിൻ്റെ ഉള്ളിലൊന്നും പറ്റി പിടിച്ചിരിക്കുകയൊന്നുമില്ല. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതലും അപകടങ്ങളും പൊട്ടിത്തെറിക്കലും ഒക്കെ ഉണ്ടാവുന്നത്, ഈ വെയിറ്റിൻ്റെ പ്രശ്നം. എന്നിട്ട് ഇത്തിരി വിനാഗിരി എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ അതാ കണ്ടില്ല, ഇങ്ങനെ തിളച്ച് പൊങ്ങിയ മാതിരി ഇങ്ങനെ വരും. അപ്പോൾ അതോടുകൂടി തന്നെ അഴുക്കും വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വിനാഗിരി ഒഴിക്കുമ്പോൾ അത് പൊങ്ങി വരുമ്പോൾ അതോടുകൂടി അഴുക്ക് എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ. എന്നിട്ട് നമുക്കത് തുറന്നെടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലോണം വൃത്തിയായി കിട്ടും. പിന്നെ കമ്പിയോ അല്ലെങ്കിൽ സൂചിയോ, നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ, അതുകൊണ്ടൊക്കെ ഒന്ന് കുത്തിയിട്ടൊക്കെ നമ്മളതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അത് വൃത്തിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ എടുത്തിട്ട് വെയിറ്റ് അതിൽ നിന്ന് ഊരി എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ചും കൂടി ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് കിച്ചൺ ടവൽ വൃത്തിയാക്കാം. അല്ലെങ്കിൽ പിന്നെ പാറ്റയൊക്കെ ഓടിക്കാനൊക്കെ നല്ലതാണത്. എല്ലാത്തിനും വളരെ നല്ലതാണത്. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കണ്ടോ, ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലീനായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.
നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ അതിൽ ഒരു വൃത്തികേടും ഇല്ല, ഒന്നുമില്ല, അതിൽ അഴുക്കുമില്ല, ഒന്നും ഒക്കെ പറ്റി